പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആദ്യമായി ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ മുഖനാവിൽ നിങ്ങളുമായി സംസാരിക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിൽ മനസ്സിലാക്കി ആ കാര്യത്തിലുള്ള നിജസ്ഥിതി എന്തെന്ന് ബോധ്യപ്പെടുത്താനും ഒരവസരം ഉണ്ടാക്കി തന്ന ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളോട് ഞാൻ ആദ്യമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ആശയവിനിമയമാണ് സത്യത്തിൽ ഇവിടെ നടന്നത്. ഈ ആരോഗ്യകരമായ ആശയ സംവാദത്തിൽ, ആശയവിനിമയത്തിൽ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരിമാരും ധാരാളം വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉന്നയിച്ചു. അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട്, പോക്കൂരവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വയൽ പ്രദേശത്ത് നിശ്ചയിച്ചിരിക്കുന്ന വാല്യുവേഷന്റെ പോരായ്മകളെ സംബന്ധിച്ച് അതൊക്കെ ഒറ്റപ്പെട്ട വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ നഷ്ടപരിഹാര തുക നിശ്ചയിച്ച് വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ ഉയർന്നു വരുന്ന പരാതികളൊക്കെ ബന്ധപ്പെട്ട റവന്യൂ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ നേതൃത്വവും സഹായവും സഹകരണവും ഉണ്ടാകും. ഇവിടെ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് പുതുതായി വന്ന മാറ്റങ്ങളാണ്. ഇവിടെ ആക്ഷൻ കൗൺസിൽ കൺവീനർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സത്യത്തിൽ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിൽ തന്നെ ഈ പ്രദേശത്തിന്റെ സർവതോമുഖമായ സമഗ്ര വികസനത്തിൽ അനന്തമായ സാധ്യതകൾ ഉണ്ടാക്കാൻ സാഹചര്യം ഒരുക്കുന്ന ഒരു ഹൈവേയാണ് NH 744 ഗ്രീൻഫീൽഡ് ഹൈവേ. ഇതിന്റെ പ്രാരംഭ പ്രവർത്തന ഘട്ടം മുതൽ അതുമായി ബന്ധപ്പെട്ട A മുതൽ Z വരെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നിരന്തരമായി ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി കൂടിയാണ് ഞാൻ. അതിനകത്തൊന്നും ഒരു രാഷ്ട്രീയവുമില്ല, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസവും ഇല്ല. എനിക്ക് ബഹുമാനപ്പെട്ട ഷെരീഫ് സാറിനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളോടൊക്കെ ഞാൻ യോജിക്കുന്നു. ഒറ്റ കാര്യത്തിലുള്ള വിയോജിപ്പ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇവിടെ ജനപ്രതിനിധികൾ ഇല്ലാതെ പോയത് കൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായത് എന്നത് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളെല്ലാം ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള നിയമ ഭേദഗതി അല്ലെങ്കിൽ ഉത്തരവിന്റെ ഭേദഗതി അടക്കം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒരു കാര്യം പറയാം. ഞാൻ ഇന്ന് MPs കോൺഫറൻസ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. സത്യത്തിൽ നിങ്ങളുടെ കൺവീനർ എന്നെ വിളിച്ചപ്പോൾ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. 25-ാം തീയതി പാർലമെന്റ് തുടങ്ങുകയാണ്, 24-ാം തീയതി ഓൾ പാർട്ടി മീറ്റിംഗ് ആണ്, 23-ാം തീയതി പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് സമയമില്ലാത്ത സമയത്ത് സത്യത്തിൽ കാണാനുള്ള സമയം കുറച്ച് നൽകിയത്. നിങ്ങൾ ഇത്രയും പേർ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും 17 മന്ത്രിമാരും അടങ്ങുന്ന ഏതാണ്ട് 20ഓളം MPമാരും പങ്കെടുത്ത MPs കോൺഫറൻസിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം. ആ MPs കോൺഫറൻസിൽ ഞാൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് നാഷണൽ ഹൈവേ 744 ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള ഉത്തരവിന്റെ ഭേദഗതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും നാഷണൽ ഹൈവേ 666 നാഷണൽ ഹൈവേ 966 അതാണ് അദ്ദേഹം സൂചിപ്പിച്ച പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ. ഈ രണ്ട് ഹൈവേകൾക്കും കൊടുത്ത അതേ നഷ്ടപരിഹാര മാനദണ്ഡം കടമ്പാട്ടുകോണം മുതൽ ഈ നമ്മുടെ ചതയമംഗലം വഴി കടന്നു പോകുന്ന, നിലമേൽ ചതയമംഗലം വഴി കടന്നു പോകുന്ന, ഇവിടെ വരെ കടന്നു പോകുന്ന, തിരുമംഗലം വരെ കടന്നു പോകുന്ന ഈ ദേശീയപാതയ്ക്കും ബാധകമാക്കണമെന്നുള്ള ആവശ്യം ഇന്ന് MPs കോൺഫറൻസിൽ ഉന്നയിച്ചു. വിശദമായ ചർച്ച നടന്നു. ഞാനത് പറഞ്ഞപ്പോഴാണ് ഓരോ MPമാരും, ബെന്നി ബഹനാൻ ഉൾപ്പെടെയുള്ള MPമാർ അവരെല്ലാം എഴുതിട്ടു. ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂൻസിയിലും ഇതേ പ്രശ്നമുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? മൗലികമായ പ്രശ്നം. ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്നതല്ല പുതിയ ഉത്തരവ്. ആ ഉത്തരവിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പിന്നെ വരാം. എന്തുകൊണ്ട് നീതീകരിക്കാൻ കഴിയില്ല? ഒരേ ജില്ലയിൽ ഒരേ അതോറിറ്റി, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇവിടെയും ഭൂമി എടുക്കുന്നത്, പാരിപ്പള്ളിയിലും ഭൂമി എടുക്കുന്നത്.
ചടയമംഗലത്ത് ഭൂമിയെടുക്കുന്ന അതേ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെയാണ് പാരിപ്പള്ളിയിലും കടമ്പാട്ടുകോണത്തും അതുപോലെ ചാത്തന്നൂരും കൊട്ടിയത്തും ഉൾപ്പെടെ ഭൂമിയെടുക്കുന്നത്. ഒരു ജില്ല, ഒരു മന്ത്രാലയം, ഒരു മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അതോറിറ്റി. അത് മാത്രവുമല്ല, രണ്ടും ഏറ്റെടുക്കുന്നത് ഒരേ ആവശ്യം, പൊതു ആവശ്യം, അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായിട്ടുള്ള റോഡ് നിർമ്മിക്കാൻ. എങ്ങനെ ഇരട്ട നീതി അവിടെ സാധ്യമാക്കാൻ കഴിയും? അവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത കുറച്ചുകൂടി പ്രിയപ്പെട്ട അമ്മമാർക്ക്, സഹോദരിമാർക്ക്, മറ്റു ബഹുജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ വിശദീകരിക്കാം. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ 2024 നിങ്ങളുടെ വീട് ഏറ്റെടുക്കുന്നത്. 2024 വീട് ഏറ്റെടുക്കുമ്പോൾ 66-ലും 966 എന്നാൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിലും നമ്മുടെ ഈ NH-66 കൊടുത്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അത്രയും പ്ലിന്ത് ഏരിയയുള്ള സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെക്കണമെങ്കിൽ എത്ര രൂപ ചെലവാകും? അതിന്റെ നേരെ ഇരട്ടിയാണ് നമ്മുടെ കോമ്പൻസേഷൻ കൊടുത്തത്. ഇവിടെയാണെങ്കിൽ നിങ്ങൾ 960 വെച്ച വീടാണെന്നുണ്ടെങ്കിൽ ഇവിടെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ തുക ഏതാണ്ട് നേർ പകുതിയായിട്ട് വരും. കുറെ കൂടി പഴക്കമുള്ള വീടാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറയും. അപ്പൊ ഇത് ഡബിൾ ജസ്റ്റിസ് ആണ്, ഇരട്ട നീതിയാണ്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഈ ഉത്തരവ് വന്ന ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിക്ക്, സംസ്ഥാന മുഖ്യമന്ത്രിക്ക്, സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് മാത്രമല്ല, ഇതൊക്കെ ജനങ്ങൾ അറിയാൻ വേണ്ടി നിരന്തരം ഞാൻ പത്രപ്രസ്താവനകളിലൂടെ കൊടുത്ത കാര്യങ്ങൾ പത്രറിപ്പോർട്ടുകളിലൂടെയും വന്നിട്ടുള്ളതാണ്. അപ്പൊ ഷരീഫ് സാർ ഇതൊന്നും ചോദിക്കാനും പറയാനും നാഥനില്ല. അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവർക്ക് കിട്ടാത്തതും പാലക്കാട് കിട്ടിയതും അവിടെ ആണെന്നുള്ള എംപിയും MLA ഉണ്ടായി എന്ന് പറഞ്ഞാലും അത് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൂടെ സാറിനോട് ഞാൻ നേരത്തെ പറഞ്ഞു, എന്നായി ഉത്തരവ് വന്നത്. ഈ ഉത്തരവ് വന്നത് ഞാൻ വായിക്കാം. ഈ ഉത്തരവ് വന്നത് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പൊതുമരാമത്ത് വകുപ്പ്, സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവാണ് ഞാൻ വായിക്കുന്നത്. 2004 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് ഈ ഉത്തരവ്. ആ ഉത്തരവിന് ആധാരം സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറ്റം പറയുന്നില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവ് ഇറക്കാൻ കാര്യമില്ല. 2018 കേന്ദ്ര ഗവൺമെന്റ് ഒരു പുതിയ മാനുവൽ പ്രസിദ്ധീകരിച്ചു. ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട മാനുവൽ അനുസരിച്ച് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞൊരു മാനുവൽ പ്രസിദ്ധീകരിച്ചു. മാനുവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മാനദണ്ഡം പ്രസിദ്ധീകരിച്ചു. അപ്പൊ എന്റെ പ്രസക്തമായിട്ടുള്ള ചോദ്യം, 2018 മാനുവൽ പ്രസിദ്ധീകരിച്ചിട്ടും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ 2022 നോട്ടിഫിക്കേഷൻ വന്ന 966 NH, അതായത് പാലക്കാട് കോഴിക്കോട് NH-നും അതുപോലെ നമ്മുടെ തൊട്ടപ്പുറത്തെ പാരിപ്പള്ളി വഴി കടന്നു പോകുന്ന 66 NH-നും കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ കൊടുത്തുകൂടാ എന്നുള്ള നിങ്ങളുടെ ആവശ്യത്തോട് 100% ഞാൻ യോജിക്കുന്നു. ആ ആവശ്യത്തോടൊപ്പം അതിനകത്ത് ഒരു സംശയം വേണ്ട അതിനകത്ത് കാര്യത്തിൽ. ഇനി ഈ ഉത്തരവിന്റെ അവസാനം എങ്ങനെയാണ് പറയുക? എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്നതിന് പുറത്ത് പറയാം. എന്തുകൊണ്ട് പാലക്കാട് കോഴിക്കോട് കിട്ടി, എന്തുകൊണ്ട് ഇവിടെ കിട്ടിയില്ല എന്നതിന്റെ ഉത്തരവ് കൂടി ഞാൻ പറയാം. അതിന്റെ അവസാനത്തെ വാചകം ഇതാണ്. അതിന്റെ അവസാനത്തെ വാചകം സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ശ്രീ K. Biju IAS ഉത്തരവാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, and pleased to order so that the provisions of LA Manual 2018 2018 ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ട്രാൻസ്പോർട്ട് ഹൈവേ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എല്ലാ സ്ട്രക്ചറുകളും നിർമ്മിതികളുടെയും മൂല്യനിർണ്ണയത്തിന് ബാധകമാണ്. എവിടെ? in which the compensation distribution has not yet been started. നഷ്ടപരിഹാര തുക വിതരണം ചെയ്യാത്ത എല്ലാ ഹൈവേ പ്രോജക്റ്റുകൾക്കും ഇത് ബാധകമാണ്. നമ്മുടെ ഇവിടെ നഷ്ടപരിഹാര തുക വിതരണം ചെയ്യാത്ത പ്രോജക്റ്റാണ് ഇത്. എറണാകുളത്തെ പ്രോജക്റ്റ് മിക്കവാറും ഇനി വരുന്ന ഒറ്റ പ്രോജക്റ്റിൽ ഇത് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നഷ്ടപരിഹാര തുക വിതരണം ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്ത എല്ലാ പ്രോജക്റ്റുകൾക്കും ഇത് ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഉത്തരവ് ഇറങ്ങുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 2024 4-ാം മാസം ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് ഈ ഉത്തരവ് ഇറങ്ങുന്നത്. നിങ്ങളെ എല്ലാവരുടെയും വസ്തു ഞാൻ എന്നോട് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളുടെ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ MP വാക്ക് പാലിക്കണം, വാഗ്ദാനം പാലിക്കണം. ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്.